حضرة سيدنا مصطفى محمد صلى الله عليه وسلم سيدنا تقي الدين محمد الدارمي القادري رضي الله عنه. اللهم وإلى حضرات مشايخنا وأساتذتنا كلهم أجمعين صلاة الذين ماتوا في هذا الشهر خصوصا سيدنا عمر الفاروق البخاري سيدنا سعيد سراج الدين بن أحمد القادري وسيدنا عمر القاضي البلنغوتي وسيدنا أبي بكر الآلوائي كمال الدين عمر القادري وجميع مشايخنا وأستاذ الأساتذة أستاذنا الشريف علي بن السعد رضي الله عنهم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ومنهم أبي الحسين أحمد بن أبي الخواد. ഈ അടുത്ത് 4-5 പേര് പറഞ്ഞിട്ട് അവരൊന്നും സറഹൊന്നും പറയാൻ പറ്റിയില്ല. സറഹൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് വെറും കുശൈരി ഇമാമിൻ്റെ കുശൈരി മാത്രമേ ഓതുന്നുള്ളൂ. അതിൻ്റെ ഷറഹിനകത്തുള്ളത് ഓതുന്നില്ല. അപ്പം അതിനെ നോക്കിയിട്ട് ഒന്നുകൂടെ ഓതും മിക്കവാറും. من أهل دمشق أبو الحسين أحمد بن الخواري رضي الله عنه دمشق الأهلان صاحب أبا سليمان الداراني وغيره مات سنة 230 വർഷം ഹിജറയുടെ 230 വർഷം വഫാത്തായ ആളാണ്. സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹു അല്ലാത്തവരുമായി കൊണ്ട് സഹകരിച്ച ആളാണ്. മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയാറുണ്ട്, ഈ അഹ്മദ് ബിൻ അബിൽ ഖവാരി റഹ്മഹുല്ലാഹിനെ പറ്റിയിട്ട് എന്താണ് പറഞ്ഞത്? അഹ്മദ് ബിൻ അബിൽ ഖവാർ റൈഹാനത്തു ശാം, ഷാമിൽ ഒന്നാകെ ഇൽമു പരത്തുന്ന ആളാണ്. റൈഹാനത്ത് എന്നൊരു ഒരു നല്ല മണമുള്ള ഒരു ചെടിയുടെ പേരാണ്. അപ്പൊ നല്ല വാസനയുള്ള ആളാണെന്ന് വെച്ചാൽ ഇമാം സീബ് ഇമാമിനെ പറ്റി തുഫാഹ് എന്നാണല്ലോ, സീബ് അങ്ങനല്ലേ, സീബ് ആപ്പിൾ വാസനയുള്ള ആണെന്ന് പറഞ്ഞാല് അവർ ഷാമിലൊക്കെ ഒരുപാട് ഇൽമിനെ പരത്തിയ ആളാണെന്ന് നിലമേന. سمعت شيخ أبا عبد الرحمن السلمي يقول سمعت أبا أحمد الحافظ يقول سمعت سعيد بن عبد العزيز الحلبي يقول سمعت أحمد بن أبي الخوار يقول من نظر إلى الدنيا نظرة إرادة. ദുനിയാവ് വേണമെന്നും ചിന്തിച്ചുകൊണ്ട് ആരെങ്കിലും ദുനിയാവിലേക്ക് നോക്കി അഹബ്ബ അലൈഹി വ അഹബ്ബ ലഹ എന്നായിരിക്കണം. ആ ദുനിയാവിനെ അങ്ങ് പ്രേമിക്കുകയും ചെയ്താൽ അഖറജല്ലാഹു, അള്ളാഹു പുറപ്പെടുവിച്ചളയും നൂറൽ യഖീനി വസ്സുഹുർ, പരിത്യാഗത്തിന്റെയും ഉറപ്പിന്റെയും ഈമാനിന്റെ നൂറിനെ അവന്റെ കൽബിൽ നിന്നും പുറത്തുകളയും മിൻ ഖൽബിഹി എന്ന്. ബിഹാദൽ ഇസ്നാദ്, ഈ പറഞ്ഞ ഇസ്നാദ് കൊണ്ട് തന്നെ യഖൂലു പറയുന്നു, മൻ അമില അമലൻ ബിരത്തിബാഇ സുന്നത്തി റസൂലില്ലാഹി ഫബാത്തിലുൻ അമലുഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ പിൻപറ്റാത്തതായ ഹാലിൽ എന്തെങ്കിലും അമലുകൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ അമല് ബാത്തിലാണ്. ഈ ഇസ്നാദ് കൊണ്ട് വീണ്ടും പറയട്ടെ, قال أحمد بن أبي الخوار أفضل البكاء بكاء العبد على ما فاته من أوقاته على غير الموافقة. ശറഅമായി കൊണ്ട് യോജിക്കാത്ത രീതിയിൽ സമയങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു സെക്കൻഡ് അവനിൽ നിന്നും ഫൗത്തായാൽ അങ്ങനെ ഫൗത്തായതിന്റെ മേലുള്ള കരച്ചിലാണ് കരച്ചിലുകൾ വെച്ച് ഏറ്റവും അഫ്ളലായ കരച്ചിൽ. അല്ലാഹ് قال أحمد ما ابتلى الله عبدا بشيء أشد من الغفلة والقسوة. അശ്രദ്ധയും കൽബിന്റെ കാഠിന്യതയേക്കാൾ ഏറ്റവും ഒരു ബലാ ഒരു മനുഷ്യനുണ്ടാവുന്നതല്ല. ഒരു ദാസന്റെ ഏറ്റവും അശദ് ബലാ ഏതാണ്? അശ്രദ്ധ ഒന്ന്. മറ്റൊന്ന് ഖസാവത്തുൽ ഖൽബ്, കൽബിൽ എന്ത് വന്നാലും കയറില്ല. അങ്ങനത്തെ ഒരു കോമുണ്ട്. അവരിൽപ്പെട്ടവരാണ് അബൂ ഹഫ്സ് ഉമർ ബിൻ മസ്ലമത്തുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു
അവരിൽപ്പെട്ടവരാണ്. മിൻ ഖറിയത്തിൻ യുഖാല ഖുർദൂബാദ് ഖറിയത്തുൻ അലാ ബാബി നൈസാബൂർ അലാ തരീഖ് ബുഖാറ കാന അഹദുൽ അഇമ്മ വസ്സാദ നേതാക്കന്മാരിൽ തങ്ങന്മാരിൽ നിന്നും അയിമത്തിൽ നിന്ന് ഒരാളായിരുന്നു അദ്ദേഹം. 260 ചെല്ലുവാനങ്കൊല്ലം ജീവിച്ച ആളാണ്. മഹാനായ അബൂ ഹഫ്സ് തങ്ങൾ പറയുന്നു, അൽ മആസി ബരീദുൽ കുഫർ. പാപങ്ങൾ മനുഷ്യന്മാരെന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കണം കുഫറിലേക്കുള്ള ബരീദ, അതിനുള്ള മുന്നറിയിപ്പാണത്. ബരീദ് വെച്ചാൽ ഈ പത്രങ്ങൾക്കൊക്കെ പറയും ബരീദ് മുന്നറിയിപ്പ്. ഏതുപോലെ വല്ലാതെ കൊടും പനി കൂടുമ്പം അത് മൗത്തിനുള്ള മുന്നറിയിപ്പാണെന്നതുപോലെ അല്ലേ? അങ്ങനെ ഉണ്ടല്ലോ, പനിച്ചിട്ട് മരിക്കുക, അതാണ് അത്. ചില പനികളുള്ള, എല്ലാ പനികളൊന്നുമില്ല. ചില പനികൾ അത് പരിശോധിക്കുന്ന ആൾക്കാർക്കറിയാം, ഇനിയിപ്പം കൂടുതൽ ആളില്ല, ആ പനിയാണെന്നറിയാം. അതേപോലെ കുഫ്റാനുണ്ടായ മനസ്സിലായിക്കണം, അവന്റെ കൽബിൽ സത്യനിഷേധത്തിൽ നിന്നുള്ള അടയാളമാണ് ഈ പാപമുണ്ടാവുക എന്നുള്ളത്. കാരണം സത്യത്തെ അറിയുന്നവർ പാപം ചെയ്യുന്നതിന്റെ മേന എന്നാണ് അത് പറഞ്ഞതിന്റെ അർത്ഥം. വഖാല അബൂ ഹഫ്സ് ഇദാ റഅയ്തൽ മുരീദ യുഹിബ്ബു സമാ, അനാവശ്യമായ സംസാരങ്ങൾ കേൾക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ മനസ്സിലാക്കിക്കോ, അവനിലുണ്ട് ഫഅലം അന്നഹു ഫീഹി, അവനിലുണ്ട് ബഖിയ്യത്തും മിനൽ ബത്താലത്തി, വേണ്ടാത്തരങ്ങളിൽ നിന്നും കുറച്ചൊക്കെ അവനിൽ ഉണ്ടായത് കൊണ്ടാണ് വേണ്ടാത്തത് കേൾക്കാൻ വേണ്ടി പോകുന്നത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. വഖാല ഹസനുൻ അബൂ ഹഫ്സ് തങ്ങൾ പറയുന്നു, വഖാല അബൂ ഹഫ്സ് തങ്ങൾ പറഞ്ഞു, ഹുസ്നു അദബിൽ ളാഹിർ, പ്രത്യക്ഷമായ രീതിയിൽ മര്യാദയായിക്കൊണ്ട്, നല്ല മര്യാദയായിക്കൊണ്ട് നടക്കൽ, ഇൻവാനു ഹുസ്നു അദബിൽ ബാത്തിൻ, പരോക്ഷമായ അവൻ അദബുണ്ട് എന്നതിനുള്ള, നല്ല അദബുണ്ട് എന്നതിനുള്ള അഡ്രസ്സാകുന്നു. പൊതുവായ രീതിയിൽ ളാഹിറ നിലയിൽ മെച്ചമായ രീതിയിൽ എന്ത് ചെയ്യാം, അതോടുകൂടി നടക്കൽ എന്ന്. അൽ ഫുത്തുവ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കാന ഫുത്തുവത്തായിരുന്നു ഒരു പണ്ഡിതനെ പറ്റി പറയുന്നു. ഫുത്തുവ എന്ന് പറഞ്ഞാൽ അദാ ഉൽ ഇൻസാഫ്, നിഷ്പക്ഷമായ രീതിയിൽ ജീവിക്കുക. സ്വപക്ഷത്തെ എന്ത് ചെയ്യാ, നിഷ്പക്ഷതയുടെ എതിരുണ്ടല്ലോ സ്വേച്ഛാധിപത്യം, അത് കണക്ക് തന്നെ എന്താണ് അതിന് പറയുക, പക്ഷം പിടിച്ചു പറയുക, അതൊഴിവാക്കുക. ഫർഖ് മുത്താലബത്തുൽ ഇൻസാഫ് എന്നൊക്കെ മഹാനവറുകൾ പറഞ്ഞു. ഇവരെല്ലാം ഇങ്ങനെ പലതും പറഞ്ഞു പോയി. അല്ലാഹ് മഹാനവറുകൾ പറയുന്നു, സമീഅ്തു മുഹമ്മദ് ബിൻ ഹുസൈൻ യഖൂലു, സമീഅ്തു അബൽ ഹസൻ മുഹമ്മദ് ബിൻ മൂസ യഖൂലു, സമീഅ്തു അബാ അലി തഖഫി യഖൂലു, കാന അബൂ ഹഫ്സ് തങ്ങളായിരുന്നു യഖൂലു പറയുമായിരുന്നു, മല്ലം യസിൽ അഫ്ആലഹു, അവന്റെ പ്രവർത്തനങ്ങൾ അവൻ തൂക്കിയില്ല എങ്കിൽ, ബിഅഹ്വാലിഹി, അവന്റെ എല്ലാ സന്ദർഭങ്ങളിലുള്ള പ്രവർത്തനങ്ങളെ അവൻ തൂക്കിയില്ല എങ്കിൽ, എന്തിനോട് മുട്ടിച്ചു നോക്കണം, കിതാബ് സുന്നത്തുമായി കൊണ്ട് മുട്ടിച്ചു നോക്കണം, അല്ലെങ്കിൽ അവൻ വിജയിക്കുകയില്ല. വലം യത്തഹം ഖവാത്തിറഹു വലം യത്തഹിം, അവൻ തെറ്റിദ്ധരിച്ചതുമില്ല, ഖവാത്തിറഹു, അവന്റെ ഉദയ മനോമുഖരത്തിൽ ഉണ്ടാകുന്നതിനെ തെറ്റിദ്ധരിക്കുകയും വേണം. മനോമുഖരത്തിൽ പലതും ഇങ്ങനെ ഉണ്ടായിരുന്നു, തോന്നി വരും, ഞാൻ വലിയ ആളാണ്, അല്ലെ മറ്റടുത്ത ആളാണ്, അവിടെ സിയാറത്ത് ചെയ്യാൻ പോകുന്ന ആളാണ്, മറ്റാളുടെ ശിഷ്യനാണ്, ഇങ്ങനെ പലതും വരും. അതൊക്കെ ഇബ്ലീസിന്റേതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട്, അങ്ങനെ മനസ്സിലാക്കാതിരുന്നാൽ തെറ്റിദ്ധാരണകൾ അനുസരിച്ചുകൊണ്ടും മനോമുഖരത്തിൽ ഉണ്ടാകുന്ന ചില ശൈത്താനിയായ തോന്നലുകൾ അനുസരിച്ചുകൊണ്ടും അവനങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ, ഫലാ നഉദ്ദുഹു, അവന് നമ്മൾ എണ്ണുകയില്ല, ഫീ ദീവാനി റിജാൽ, ആണുങ്ങളുടെ പട്ടികയിൽ എണ്ണാൻ പറ്റുന്നവനല്ല അവൻ. അവനിങ്ങനെ മനസ്സിൽ തോന്നുന്നൊക്കെ വിളിച്ചു പറയുന്നതും, ഞാൻ അവിടെ പോയപ്പോൾ അത് കണ്ട്, ഇങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ പ്രകാശം വരുന്നത് കണ്ട്, എന്ത് പ്രകാശം വരുന്നത്, വല്ല മിന്നാമിനെങ്കും പറന്നു പോയിട്ടുണ്ടാവും. ഞാനിങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്നത് ഇങ്ങനെ റൂം പ്രകാശിച്ചെന്നൊക്കെ പറയുന്നില്ലേ. ശൈത്താൻ എന്തെല്ലാം രീതിയിൽ പ്രകാശിപ്പിക്കും, മനുഷ്യന്മാരെ തെറ്റിദ്ധരിക്കുക, മനുഷ്യന്മാരെ കേടാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ശൈത്താന്മാർ മനുഷ്യന്മാരെ നന്നാക്കാൻ വേണ്ടി വരും. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്.